അപ്പോ ഇവരിപ്പോ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻസ് ആണ്. അപ്പോ നീറ്റ് എക്സാമിന് എത്ര ദിവസം ഉണ്ട്? അപ്പൊ നമുക്കിനി കുറച്ച് ദിവസമല്ലേ. അപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങളൊക്കെ നല്ല ടെൻഷൻ ഉണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും, എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം. അപ്പൊ ലെറ്റ്സ് ഹിയർ ഫ്രം ദ ടോപ്പേഴ്സ്, റൈറ്റ്? അവരെന്താണ് ലാസ്റ്റ് ഡേയ്സിൽ ചെയ്തത്, നമുക്കിനി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പൊ മക്കൾക്ക് എന്തെങ്കിലും കൺസേൺ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരോട് ചോദിക്കാം. ഓക്കെ, ഡൗട്ട്സ് ചോദിക്കാം. അവരുടേതായ ഇൻപുട്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും. ചെറിയൊരു ഇന്ററാക്റ്റീവ് സെഷൻ. ഓക്കെ, നമ്മുടെ ടോപ്പർ അങ്ങോട്ട് സംസാരിക്കുന്നതായിരിക്കും. അതെ, ഹായ്. എന്റെ സ്കോറും പറഞ്ഞോളൂ കേട്ടോ. 615 ആയിരുന്നു സ്കോർ. അറിയാലോ, നല്ല ടഫായിരുന്നു കഴിഞ്ഞ നീറ്റ്. 616 ഓൾ ഇന്ത്യ റാങ്ക്, കേരള റാങ്ക് 14. അപ്പൊ എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഇപ്പത്തെ പ്രിപ്പറേഷനൊക്കെ? അറിയാം, എല്ലാവരും മെജോറിറ്റി നല്ല ടഫ് അല്ല, ഒരു നല്ല ടെൻഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കുമല്ലോ ഇപ്പോൾ. എത്ര പഠിച്ചാലും ശരി, പഠിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെ വരുമോ നീറ്റിന്, ഞാൻ പഠിക്കാത്ത എന്തെങ്കിലും വരുമോ, ഭയങ്കര നല്ലോണം കരഞ്ഞിട്ടുള്ള ഒരു ടൈമാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ. എപ്പോൾ വീട്ടിൽ വിളിച്ചാലും ഞാൻ ഫുൾ കരച്ചിലായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ എത്ര പഠിച്ചാലും നമ്മുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാവില്ലേ. കെയർലെസ്, എനിക്ക് നല്ലോണം കെയർലെസ് വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കെയർലെസ് മിസ്റ്റേക്ക് കാരണം തെറ്റുന്ന ഭയങ്കര വിഷമമായിരിക്കും നമുക്കത്. അപ്പം അതൊക്കെ നമുക്ക് ഓരോ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് നോക്കുക എന്താണ് നമുക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്ക്. എത്ര ചെറുതാണെങ്കിലും അതൊന്ന് എഴുതി വെക്കുക. ഇപ്പം നോട്ട് കറക്റ്റാണ്, നോട്ട് കണ്ടില്ല, അല്ലെങ്കിൽ ഇൻകറക്റ്റ് അത് ആ ഇന്ന് ചിലപ്പോൾ അവിടെ ഇട്ട് അത് അങ്ങനത്തെ തെറ്റിപ്പോയി ഉണ്ടാവും. പിന്നെ മാച്ച് ദ ഫോളോയിങ് മാച്ച് ചെയ്ത് കറക്റ്റ് ആയിരിക്കും, പക്ഷെ എടുത്ത് ഇത് തെറ്റിപ്പോയി, OMR കറുപ്പിച്ചപ്പോൾ മാറിപ്പോയി, അങ്ങനത്തെ തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു നോട്ട് എടുത്തിട്ട് അത് എഴുതി വെക്കുക. മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുക. ഞാൻ അന്ന് ഈ ഒരു വാക്ക് കാണാത്തതുകൊണ്ട് തെറ്റിപ്പോയി. എന്നിട്ട് ഓരോ തവണ എക്സാം എഴുതുമ്പോഴും ആ തെറ്റ് വായിച്ചിട്ട് എക്സാം എഴുതാൻ വേണ്ടി പോകുക. അപ്പോൾ ആ എക്സാമിനകത്ത് ഇപ്പം ഫസ്റ്റ് ഒരു മോക്ക് എഴുതിയിട്ട് തൊട്ടടുത്ത മോക്കിലേക്ക് അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മിസ്റ്റേക്കെങ്കിലും നമുക്ക് കുറക്കാൻ പറ്റണം. അങ്ങനെ ഓരോ മോക്കിലും നമ്മുടെ കെയർലെസ് കുറച്ച് ലാസ്റ്റിലേക്ക് നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അങ്ങനെ കെയർലെസ്സിനെ നോക്കേണ്ടത്. പിന്നെ അതുപോലെ മോക്ക് എക്സാംസ് ഒരുപാട് എഴുതുക, അത് അനലൈസ് ചെയ്യുക. മാർക്ക് ഇമ്പ്രൂവ് ആവുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുമായിരിക്കും. നിങ്ങൾക്ക് നീറ്റിൽ എങ്ങനെയെങ്കിലും നല്ല മാർക്ക് കിട്ടും എന്ന് വിശ്വസിക്കാം. മാർക്ക് നല്ല ഇപ്പം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ചില എക്സാമിന് 700+ കിട്ടിയ സെയിം ആളിനെ തൊട്ടടുത്ത എക്സാമിന് ചിലപ്പോൾ 600 ബിലോ അല്ലെങ്കിൽ 600 ബോർഡറിൽ നിൽക്കുന്നുണ്ടാവും. അപ്പം നീറ്റ് എക്സാമിന് എന്തായാലും നല്ല രീതിക്ക് തന്നെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ഓരോ എക്സാം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കുക. കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. പിന്നെ ഹെൽത്ത് നല്ലോണം നോക്കുക. ഉറക്കൊക്കെ നല്ലോണം ഉറക്കൊക്കെ നല്ല രീതിയിൽ ഉറങ്ങുക, 5 to 6 hours. പിന്നെ രാത്രി ഒരുപാട് ലേറ്റായിട്ടിരുന്ന് പഠിക്കുന്നത് ഒഴിവാക്കുക. ഇപ്പം കുറേ പേർക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കുക, പക്ഷേ മാക്സിമം രാവിലെ എണീറ്റ് പഠിക്കാൻ പറ്റും തന്നെയാണ് ബെറ്റർ. പിന്നെ നല്ലോണം ഫ്രൂട്ട്സൊക്കെ കഴിക്കുക, ജങ്ക് ഫുഡ്സൊക്കെ കുറയ്ക്കുക ഈ ടൈമിൽ. നീറ്റ് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാമല്ലോ. മാക്സിമം നിങ്ങൾ ടെൻഷനൊക്കെ ഒഴിവാക്കുക. നിങ്ങളെ മൈൻഡ് സെറ്റ് ഇപ്പം എന്താന്ന് എനിക്ക് ശരിക്കും ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ശരിക്കും ഇതൊക്കെ കടന്നു വന്നിട്ടല്ലേ നമ്മളെല്ലാവരും വന്നത്. അപ്പോൾ അതൊന്നും ഇതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുക. ഈ ഒരു നീറ്റ് എക്സാം കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ ലൈഫ് നമ്മൾ ചിന്തിക്കുക. മാനിഫെസ്റ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. നമ്മൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട കോളേജിൽ പാരൻസിൻ്റെ കൂടെ പോയി അഡ്മിഷൻ എടുക്കുന്നതും നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് മാർക്ക് കൂട്ടുമ്പോൾ എനിക്ക് 700+ ഉണ്ട് എന്ന് കിട്ടുന്നതും ഒക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഈ ഒരു സമയത്ത് നിങ്ങളെ മൈൻഡിൽ ഇങ്ങനെ കടന്നു കൂടുന്നുണ്ടാവും. അതൊക്കെ ഒഴിവാക്കുക. ഇനി നിങ്ങൾക്കൊന്നും പുതുതായിട്ട് പഠിക്കാനില്ല, ഒരു മെത്തേഡും പഠിക്കാനില്ല. നിങ്ങൾ പഠിച്ചാൽ മാത്രമേ വരുള്ളൂ. നിങ്ങൾ പഠിച്ചാൽ മാത്രമേ എനിക്ക് എക്സാം പേപ്പറിൽ അന്ന് അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസോടെ പോയി എക്സാം എഴുതുക. ഞാൻ എക്സാം എഴുതിയത് ഞാൻ AR1 ആണ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചാൽ എക്സാം എഴുതാൻ പോയത്. അതുകൊണ്ടായിരിക്കാം മേ ബി അത്രയും ടഫായുള്ളൊരു എക്സാം വന്നിട്ട് പോലും തളരാതെ എനിക്ക് എഴുതാൻ പറ്റിയത്. ചിലപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഫിസിക്സ് നിന്ന് തുടങ്ങിയത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഫിസിക്സ് നിന്ന് തുടങ്ങിയിട്ട് എല്ലാവരും ടെൻഷനായിട്ട് ബാക്കി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു ഫിസിക്സ് നിന്ന് തുടങ്ങിയാലും എവിടെ നിന്ന് തുടങ്ങിയാലും ഞാനായിരിക്കും AR1 എന്നുള്ളത്. ആ ഒരു മൈൻഡ് സെറ്റോടെ എക്സാം എഴുതി എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി. ഫിനിഷ് ചെയ്തോ ഞാൻ അവിടെ ബെഞ്ച് കിടന്നുണ്ട്. എനിക്ക് ഇനി എന്താ മുന്നോട്ട് നിന്ന് ആലോചിക്കാണ്ട് ഞാനവിടെ ബെഞ്ച് കിടന്നുണ്ട്. പക്ഷേ എന്താ പറയുക, നല്ല രീതിക്ക് റിസൾട്ട് വന്ന് ഞാൻ ആഗ്രഹിച്ച കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഇപ്പം ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.
ഫുൾ ഇനി എക്സാം പേപ്പർ മാത്രം ചെയ്താൽ മതി. എക്സ്ട്രാ ബുക്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ ഒരു ഗൈഡും ഞാൻ പുറത്തുനിന്ന് ചെയ്തിട്ടില്ല. സൈലത്തിൻ്റെ മെറ്റീരിയൽ പ്ലസ് സൈലത്തിൽ നിന്ന് വരുന്ന എക്സാം പേപ്പർ, പിന്നെ പ്രീവിയസ് ഇയർ എക്സാം പേപ്പർ, എക്സാം വൈസ് ഞാൻ ചെയ്തിട്ടുണ്ട്. രാവിലെ ഒരു സെറ്റ് ഓഫ് എക്സാം പേപ്പർ ചെയ്യും, എന്നിട്ട് ഉച്ചയ്ക്ക് അതിൻ്റെ അനാലിസിസ് നടത്തും. അതിൽ നിന്നുള്ള മിസ്റ്റേക്സൊക്കെ എഴുതി വെക്കും. റന പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മിസ്റ്റേക്സ് എക്സാംസിലൊക്കെ നമുക്ക് വരാറുണ്ട്. നമുക്ക് അറിയുന്നതാണെങ്കിൽ പോലും തന്നെ കെയർലെസ്നെസ് കൊണ്ട് ഒരുപാട് മിസ്റ്റേക്സ് വരാറുള്ളത്. അത് എല്ലാവർക്കും വരുന്ന കാര്യമാണ്. നിങ്ങൾക്ക് മാത്രമാണ് ഈ തെറ്റ് എന്ന് ആരും വിചാരിക്കാണ്ടിരിക്കുക. എപ്പോഴും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു എക്സാമിന് എനിക്ക് നല്ല മാർക്ക് കുറഞ്ഞിട്ട് അമ്മയും അച്ഛനൊന്നും അടുത്തുണ്ടാവില്ല, ഹോസ്റ്റലേഴ്സ് ആയതുകൊണ്ട് പ്രത്യേകിച്ച്. അപ്പം നമുക്ക് വിളിച്ച് കരയാൻ തോന്നും. എന്നാലും അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, അവരെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ വിളിച്ച് കരയേയില്ല. എന്നാലും നമുക്ക് നമ്മളെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു പോയിന്റ് വരും. ആ പോയിന്റിലടക്കം ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് മുന്നോട്ട് എങ്ങനെ ആയിരിക്കണം എന്ന് ആ ഒരു പോയിന്റ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നതാണ്. അവിടെ ഞാൻ തളർന്നാൽ ഞാൻ വീണ്ടും ഒരു കൊല്ലം കൂടെ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. പക്ഷെ അവിടെ ഞാൻ പിടിച്ചു നിന്നാൽ എനിക്കിഷ്ടപ്പെട്ടൊരു ലൈഫ് മുന്നോട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നതാണ്. അത് ആണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ആ ഒരു കോൺഫിഡൻസോടെ ഇരിക്കുക. കോൺഫിഡൻസ് മാത്രം മതി. കാരണം നിങ്ങൾക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല, ഇനി ഒരു കാര്യമില്ല. ഈ ബാച്ചിൽ നിങ്ങൾ ഇരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. അറിയാത്ത ഒരു പോയിന്റ് പോലും നിങ്ങൾക്കില്ല. ആ ഒരു കോൺഫിഡൻസിൽ എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നീറ്റ് എക്സാം ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷം അത്ര ടഫായി എന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം അത്ര ടഫാവണമെന്നില്ല. പക്ഷെ ഒരു മുൻധാരണ ഇല്ലാതെ പോവുക എക്സാമിന്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം പലർക്കും പറ്റിയത് അതാണ്. ആദ്യ എക്സാം അതിൻ്റെ മുന്നത്തെ വർഷം നല്ല ഈസി ആയിരുന്നു എക്സാം. സോ അങ്ങനെ വിചാരിച്ച് പോയി. ഫസ്റ്റ് ഫിസിക്സ് ക്വസ്റ്റ്യൻ കണ്ടത് തന്നെ കഴിഞ്ഞു, ആ ഒരു ഇതിലായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാതെ പോയാൽ ഇപ്പോൾ ഞാനെങ്ങനെ എക്സാം എഴുതിയെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ആയാലും എൻ്റെ മാക്സിമം കൊടുക്കാം, അതിനനുസരിച്ചായിരിക്കും കട്ട് ഓഫ് വരിക. അപ്പോൾ അങ്ങനെ കൊടുത്താൽ മതി. ഇനി എനിക്ക് 700 അപ്പോൾ വേണ്ട, എനിക്ക് റാങ്ക് മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ ചിന്തിക്കാൻ സമയമില്ലായിരുന്നു. ഇത് കിട്ടിയില്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും. കാരണം എനിക്കിപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഈസി എക്സാം എഴുതിയാൽ 50 എബോവ് 80 എബോവ് ഒക്കെ കിട്ടും. പക്ഷേ ടഫ് എക്സാം ആകുമ്പോൾ അതിനനുസരിച്ച് മാർക്ക് കുറയും. അത് പ്രൊപ്പോർഷണലി എല്ലാവർക്കും കുറയും. അപ്പോൾ റാങ്കും അത് നിങ്ങൾ ഒരു റാങ്ക് ഇപ്പോൾ ഫിക്സ്ഡാണ്, അത് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയായാലും അത് കിട്ടും. എക്സാം എങ്ങനെയായാലും നിങ്ങൾക്ക് ആ ഒരു റാങ്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ പോവാം. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒരു മൈൻഡിലുണ്ടാവും കുറച്ചുകൂടെ നോക്കാമായിരുന്നു, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ? ഇപ്പോൾ കുറച്ചും കൂടെ നോക്കാമായിരുന്നു, എന്നാലും എനിക്ക് നല്ല കോളേജിൽ കിട്ടുമായിരുന്നു, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? അല്ല, എനിക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഇത് കിട്ടൂലേ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ചുകൂടി നോക്കിയാൽ എനിക്കിപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കിട്ടുമായിരുന്നല്ലോ, അങ്ങനെയൊക്കെ ഞാൻ കുറേ ചിന്തിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും കാര്യമില്ല. ഞാനിപ്പോൾ വേറെ എൻ്റെ കോളേജിലുള്ള ടോപ്പേഴ്സ്, ഇപ്പോൾ ടോപ്പ് 5 ഉള്ളവരുണ്ട്, ടോപ്പ് 10 ഉള്ളവരുണ്ട് ഞങ്ങളുടെ കോളേജിൽ. കാരണം കേരളത്തിൽ 300 ബിലോ വന്നാലേ അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ആ 5th റാങ്ക് 4th റാങ്ക് കിട്ടിയവർ വരെ പറയുന്നത് അവർക്കും ഉണ്ടായിരുന്ന ഈ സെയിം കൺസേൺ, ഈ കോളേജ് കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള ടെൻഷൻ. ആരും പെർഫെക്റ്റ് ആയിട്ടല്ല എക്സാം എഴുതാൻ പോയത്. ഓക്കെ, ഞാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പ്ലാൻ ഭയങ്കര മണ്ടത്തരായതുകൊണ്ട് ഞാൻ പറഞ്ഞു ആരും അങ്ങനത്തെ പ്ലാൻ ഇടാൻ നിൽക്കണ്ട. ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ കൂടെ ആൾ ഇന്ത്യ റാങ്ക് 1 ആയിട്ടുള്ള ആളും കടന്നു പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ നീറ്റിന് പഠിച്ച അത്ര പഠനം ഞങ്ങൾ ഈ ഒരു വർഷമായിട്ട് പഠിച്ചിട്ടേ ഇല്ല.